ക്ഷീണിക്കാതെ അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുക. ലോകത്തിലെവിടെയാണെങ്കിലും പാപിയെ രക്ഷിക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ നാമമാണ്. ഏതൊരു വ്യക്തിക്കും രൂപാന്തരം ഉണ്ടാക്കാൻ കഴിയുന്ന യേശുവാണ്. യേശു ക്രൂശിൽ ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാണ് നമ്മളെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നത്. ആ സന്ദേശം വിളിച്ചു പറയുക, എല്ലായിടത്തും എത്തിക്കുക. ആ സന്ദേശത്തിൻ്റെ കൂട്ടത്ത് അത് പ്രസംഗിക്കാനുള്ള അഭിഷേകം ദൈവം തരും. ആ ശക്തിയിൽ പോവുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലും ദൈവവചനത്തിൻ്റെ ശക്തിയിലും നിങ്ങൾ പ്രസംഗിക്കുക, നിങ്ങൾ ശുശ്രൂഷിക്കുക. ദൈവം അതിന് ഫലം തരും. പ്രതികൂലങ്ങളുണ്ടെങ്കിലും പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം വിജയം തരും. ദൈവം അത്ഭുത ഫലം നൽകിത്തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവം ഉപയോഗിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവരങ്ങൾ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ മിനിസ്ട്രിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രി മുഖാന്തരം വളരെ ആളുകൾക്ക് ദൈവവചനം കേൾക്കുവാനും അവർക്ക് ശക്തിപ്പെടാനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ തിരുവല്ലായ്ക്കടുത്ത് നെടുമ്പുറം എന്ന സ്ഥലത്താണ്. ഇവിടെ കർത്താവിൽ പ്രസിദ്ധനായ ദേവദാസൻ പാസ്റ്റർ KC ജോൺ പാസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. വളരെ ദീർഘവർഷങ്ങൾ ഒരു നല്ല സുവിശേഷകനായി, പ്രസംഗകനായി, എഴുത്തുകാരനായി, ബൈബിൾ കോളേജ് അധ്യാപകനായി, ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ദൈവം ഉയർത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ KC ജോൺ. ഇന്ന് പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. പാസ്റ്ററുടെ ജീവിതാനുഭവം നമുക്കെല്ലാവർക്കും വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോകൾ കാണുകയും നിങ്ങൾ ഈ ദൈവദാസനെയും ഒക്കെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ നന്ദി അറിയിക്കുന്നു. സാറേ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? അതോടൊപ്പം സാറ് ജനിച്ചു വളർന്നത് മാതാപിതാക്കളെക്കുറിച്ചും ഒന്ന് പറയാമോ? എൻ്റെ പേര് KC ജോൺ എന്നാണ്. എനിക്കിപ്പോൾ 79 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ തലവടി വില്ലേജിലാണ്. അവിടെയാണ് എൻ്റെ മാതാപിതാക്കൾ താമസിച്ചിരുന്നത്. എൻ്റെ ജന്മം നടന്നത് തിരുവല്ല TMM ഹോസ്പിറ്റലിൽ വെച്ചാണ്. മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പിതാവ് കൃഷിക്കാരനും മർച്ചൻ്റുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഹൗസ് വൈഫായിരുന്നു. സാറൊക്കെ ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ? ഞങ്ങൾ മർത്തോമക്കാരായിരുന്നു, മർത്തോമ സഭയിൽപ്പെട്ടവരായിരുന്നു. മാതാപിതാക്കളായിട്ടാണോ വിശ്വാസത്തിലേക്ക് വന്നത്, അതോ സാറിൻ്റെ മാതാപിതാക്കൾ ആദ്യം വന്നു, പിന്നീട് ഞാൻ വന്നത്. സാറിൻ്റെ ഈ ബാല്യകാലമൊക്കെ പഠനം നടന്നത് കുന്തിരിക്കൽ ഹൈസ്കൂൾ, CMS ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കുന്തിരിക്കൽ എന്ന് പറയുന്നത് തലവടിയിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. അവിടുത്തെ ഒരു ഹൈസ്കൂളുണ്ട്, CSI സഭയുടെയാണ്. അന്ന് ഞാൻ പഠിക്കുമ്പോൾ UP സ്കൂൾ വരെ ഉള്ളൂ. അവിടെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് തലവടി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ബാക്കി ഹൈസ്കൂൾ പഠനം നടത്തിയത്. സാറ് ഈ ഒരു സുവിശേഷ വേലക്കാരനാകണം എന്നുള്ള ഒരു താല്പര്യം വരാനും അതിലേക്കൊരു ദൈവിക വിളിയുടെയും പശ്ചാത്തലത്തിൽ ഒന്ന് വിവരിക്കാമോ? അതിന് മുമ്പുള്ള ഒരു ജീവിതവും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ജീവിതവും പിന്നീട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു സുവിശേഷകനാകണം എന്നുള്ള ഒരു താല്പര്യം വരാനായിട്ടുള്ള ഒരു കാര്യം ഒന്ന് വിവരിക്കാമോ? എൻ്റെ അമ്മ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് 3 സഹോദരിമാർ, അടുത്തടുത്ത വീട്ടിലെ 3 സഹോദരിമാരൊന്നിച്ച് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥനയുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ അവർ പ്രാർത്ഥിക്കും. ഒരു വിഷയം കുഞ്ഞുങ്ങളായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഒരടിത്തറയുണ്ടായിരുന്നു. ചെറിയ പ്രായം മുതൽ ഞാൻ കുട്ടികളുടെ ഇടയിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ മീറ്റിംഗ് നടത്തുമായിരുന്നു. ഞാൻ തന്നെ ലീഡ് ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് കുന്തിരിക്ക പഠിക്കുമ്പോഴും തലവടി പഠിക്കുമ്പോഴും അങ്ങനെ നിർവഹിച്ചു. അങ്ങനെ ചെറിയ പ്രായം മുതലേ ആത്മീയ താല്പര്യമുണ്ട്. 1967 ഞാൻ രക്ഷിക്കപ്പെടുന്നത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ മറ്റേ കുട്ടികളുടെ ഇടയിലൊക്കെയുള്ള പ്രവർത്തനത്തിൽ അതിൻ്റെ ഒരു ഉറപ്പുണ്ടായിട്ടില്ല.
ഇങ്ങനെ അന്ന് മർത്തോമസഭയിൽ നിൽക്കുകയാണ്. സന്തോഷമുണ്ടായിരുന്നു. സൺഡേ സ്കൂള്, മർത്തോമ സൺഡേ സ്കൂളും CSI സൺഡേ സ്കൂളും ഞാൻ രാവിലെയും ഉച്ചകഴിഞ്ഞുമായിട്ട് രാവിലെയാണ് മർത്തോമ സൺഡേ സ്കൂൾ, ഉച്ചകഴിഞ്ഞാണ് CSI സൺഡേ സ്കൂൾ. രണ്ടിനും പഠിച്ചതാണ്. അവിടെ വെച്ചൊക്കെ ഒരു സ്പിരിച്വൽ താല്പര്യമുണ്ട്. എന്നാൽ ശരിയായിട്ടൊരു ആത്മീയ ദർശനം ഉണ്ടാകുന്ന 1967 മെയ് മാസം 22-ാം തീയതിയാണ്. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം നൽകി. ഒരു പ്രത്യേക അനുഭവം എനിക്കുണ്ടായി. ഒരാൾ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാൻ കേട്ടോളാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വിട്ടു. അവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഓർത്ത്, ഞാനെന്താ പ്രാർത്ഥിക്കാഞ്ഞ്, ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല, ദൈവമായിട്ടൊരു അടുപ്പം ഇല്ലാതെ ജീവിക്കുകയാണ്. ഞാൻ കോളേജിൽ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഇവിടെ SLCക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് UC കോളേജിൽ എന്നെ കൊണ്ടുപോയി ചേർത്തു. അത് കഴിഞ്ഞ് അവിടെയാണ് ഡിഗ്രിക്കും പഠിച്ചത്. നല്ല സ്പിരിച്വൽ കൂട്ടായ്മ ലഭിച്ചില്ല. കൂട്ടുകാരായവരൊക്കെ ചീട്ട് കളിക്കുന്നതിനും മദ്യപിക്കുന്നതിനും ഒക്കെ താല്പര്യമുള്ളവരായിരുന്നു. ഞാനും അവരുടെ കൂടെ കൂട്ടുകൂടി നടക്കുന്നൊരു സമയമാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ വീട്ടിൽ വെച്ച് ആൾ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചില്ല. ആൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ, ദൈവത്തിനോട് പിണക്കായിരിക്കും, ദൈവത്തിന് എന്നോട് വളരെ അകൽച്ചയായിരിക്കും, ചെറിയ പ്രായത്തിൽ ദൈവബോധത്തിൽ ഞാൻ ജീവിച്ചിട്ട് ആത്മീയത്തിൽ ഞാൻ പിന്മാറിപ്പോയല്ലോ എന്നോർത്ത് സങ്കടം വന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ ഹൃദയത്തിന് വലിയ സ്വസ്ഥതയുണ്ടായി. അങ്ങനെ അന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു. അടുത്ത ദിവസം ഞാൻ എൻ്റെ സഹോദരി മണ്ണാരക്കുളഞ്ഞിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ അവരുടെ കൺവെൻഷൻ നടക്കുക, അവരുടെ വീടിനടുത്ത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷൻ നടക്കുക. അപ്പോൾ സഹോദരിക്ക് താല്പര്യമായി ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ ബ്രദറിന് ഇന്ന് സംസാരിക്കാൻ സമയം കൊടുക്കണം, അദ്ദേഹം മാനസാന്തരപ്പെട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൺവെൻഷനിൽ സാക്ഷി പറയാനാണ് പറഞ്ഞത്. അങ്ങനെ സാക്ഷിയും പ്രസംഗമൊക്കെ ആയിട്ട് അരമണിക്കൂർ സമയമെടുത്തു. അത് കണ്ടുകൊണ്ടിരുന്ന ഒരു പാസ്റ്റർക്ക് വളരെ താല്പര്യമായിട്ട് ആ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സഭയിലേക്ക് ഒരാഴ്ചത്തെ മീറ്റിങ്ങിന് വിളിച്ചു. ഒരാഴ്ചയൊന്നും പ്രസംഗിക്കാൻ നമുക്കറിയത്തില്ലല്ലോ, വിഷയങ്ങളില്ല, പരിചയമില്ലെങ്കിലും നമുക്ക് കിട്ടിയൊരു ക്ഷണക്കത്തായുണ്ട് പോയി. അങ്ങനെ അവിടെ പോയി ഒരാഴ്ച നിന്നു, പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് കാത്തിരിപ്പ് യോഗം നടത്താൻ, ചെറിയ കുട്ടികളുടെ യോഗം നടത്താൻ, മാസയോഗങ്ങളിൽ പ്രസംഗിക്കാനൊക്കെ ആയിട്ടുള്ള അവസരം കിട്ടി. സാർ, ഈ നല്ലൊരു പ്രസംഗനാണല്ലോ, അഗ്നിനാവുള്ള മനുഷ്യൻ, സ്വർണ്ണനാവുള്ള മനുഷ്യൻ എന്നൊക്കെയാണ് സാറിനെ കുറിച്ചൊരു വിശേഷണം പറയുന്നത്. ഇത് ബാല്യകാലം മുതൽ ഒരു പ്രസംഗനായിരുന്നോ? സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രസംഗിക്കുമായിരുന്നോ? അതോ സാറിൻ്റെ ജീവിതത്തിൽ ഈ സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുമ്പോൾ അധ്യാപകരുടെ ഒരു സ്വാധീനം, ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്? ആത്മീയമായ കാര്യത്തിൽ അവരാരും സ്വാധീനിച്ചിട്ടുമില്ല. അവിടെ വെച്ചൊന്നും ഞാൻ പ്രസംഗിച്ചിട്ടുമില്ല. ഞാൻ പ്രസംഗിച്ചു കൊടുക്കുന്ന പരസ്യങ്ങളിലാണ്. പരസ്യങ്ങൾ പ്രസംഗിക്കാൻ കാരണം ആരും ക്ഷണിച്ചില്ലെങ്കിൽ നമുക്ക് പോയി പ്രസംഗിക്കാമല്ലോ. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, 2 പേര് കൂടി നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആലപ്പുഴ ടൗണിൽ ഒരാഴ്ച താമസിച്ച് അവിടെ പരസ്യങ്ങൾ നടത്തി എല്ലാ ജംഗ്ഷനിലും. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരു മുസ്ലിം സഹോദരൻ എനിക്ക് പ്രസംഗിച്ച് തീരാറായപ്പോഴത്തേക്ക് ചായയും പരിപ്പോടെയും എല്ലാം കൊണ്ടു തന്നു. അത്രയ്ക്ക് താല്പര്യമായിട്ട് അവരിന്ന് കേൾക്കുകയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. പിന്നെ കോട്ടയത്ത് പോയി, പിന്നെ തിരൂരിലെ ഈ ഭാഗങ്ങളിൽ, നെടുമ്പ്രം ഭാഗങ്ങളിലൊക്കെ പരസ്യങ്ങൾ നടത്തി സ്ഥിരമായിട്ട്. ആ കാലഘട്ടങ്ങളിലൊന്നും ഇവിടെ ഈ പെന്തക്കോസ് വിശ്വാസികൾ വളരെ കുറവായിരുന്നു. വളരെ കുറവാണ്. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അന്ന് അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഓരോ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ. പൊതുവേ ഇവിടെ മാർത്തോമാക്കാരും കനാനായക്കാരും ഒക്കെയാണ് കൂടുതൽ. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പെന്തക്കോസ് വിശ്വാസത്തിൻ്റെലേക്ക് കടന്നു വന്നപ്പോൾ നേരിട്ടതായിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ഓർമ്മയിൽ നിൽക്കത്തക്കവണ്ണം ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. നമ്മൾ ആ പ്രായത്തിൽ 20 വയസ്സുള്ളപ്പോൾ പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് എല്ലായിടത്തും സ്വീകരണമായിരുന്നു.
ഞാൻ ഒരു സഭയെക്കുറിച്ചും കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുകയില്ല അന്ന് ഇന്നും. അതുകൊണ്ട് എല്ലാ സഭക്കാർക്കും താല്പര്യം എന്നെ പ്രസംഗം കേൾക്കാൻ. പ്രസംഗത്തോട് വിരോധമില്ല. എന്നാൽ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയത് പാസ്റ്റർ PM ഫിലിപ്പ് സാറ് എന്നെ മനസ്സിലാക്കിയിട്ട് ഒരു കത്തെനിക്ക് അയച്ചു. മോനെ, മാർച്ച് മാസം ഇത്രാം തീയതി ഇവിടുത്തെ ബൈബിൾ സ്കൂൾ തുടക്കം താല്പര്യമുണ്ടെങ്കിൽ വരിക. ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ലൊന്നുമില്ല. ഈ ഒരു കത്ത് കിട്ടിയപ്പോൾ എനിക്ക് വലിയ ആത്മസന്തോഷമായി. വീട്ടിൽ പറയാൻ പറ്റുമല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. നേരെ ബൈബിൾ സ്കൂളിലോട്ട് പോയി ചേരുകയാണ്. അവിടെ വെച്ചാണ് പരസ്യങ്ങൾക്ക് കൂടുതൽ പോകാൻ തുടങ്ങിയത്. ബൈബിൾ സ്കൂളിൽ നല്ല അന്തരീക്ഷമായിരുന്നു, ആത്മീയ അന്തരീക്ഷമായിരുന്നു. അന്ന് വളരെ ചെറുപ്പക്കാരായ ആളുകൾ അവിടെ കോട്ടയം സെൻട്രലിൽ ഫിലഡൽഫിയ സഭയിലും വടവതൂർ സഭയിലുമായിട്ട് ഉണർത്തപ്പെട്ടവരായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഇന്ന് വടക്കേക്കുറ്റ്, തോമസ് വടക്കേക്കുറ്റ് അങ്ങനെയുള്ള ആളുകൾ, അവരൊക്കെ ഇപ്പം മരിച്ചുപോയി. അവരുടെ കൂടെ എന്നെ കൊണ്ടു നടക്കുമായിരുന്നു. അവർ കൊണ്ടു നടക്കുകയല്ല, ഞാൻ കൂടെ പോകുമായിരുന്നു അവർ പോകുന്നിടത്ത്. അപ്പോൾ ഞാൻ പരസ്യത്തിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്നതുകൊണ്ട് എന്നെ അവർക്ക് താല്പര്യമായിരുന്നു. എവിടെ പോയാലും ഞാനാണ് പ്രസംഗിക്കുന്ന പരസ്യയോഗത്തിന്. അങ്ങനെ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചാണ് സഭാകമ്പം മാറിയതും പ്രസംഗിക്കാനുള്ള ഒഴുക്ക് വന്നതും ആത്മീയമായ ശക്തി വന്നതുമെല്ലാം. അവിടെ വെച്ച് എനിക്ക് അസുഖം വന്നു. അസുഖം വന്നു പറഞ്ഞാൽ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ പിതാവിന് അത് താല്പര്യമില്ലായിരുന്നു. BSc വരെ പഠിച്ച് ഇനി അടുത്ത് MScക്ക് പോകണം, അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് പോകണമെന്നായിരുന്നു എൻ്റെ പിതാവിൻ്റെ നിർബന്ധം. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ്റെ മകൻ എൻജിനീയറിങ് പഠിച്ച് ഡിഗ്രി എടുത്തേക്കുക. അപ്പോൾ ഞാനും അത് തന്നെ ചെയ്യണമെന്നായിരുന്നു ഞാൻ PUCക്ക് പഠിക്കുന്ന കാലം മുതലേ നിർബന്ധിച്ചിരുന്നത്. അപ്പോൾ അതിന് പോകാതെ ബൈബിൾ സ്കൂളിൽ പോകുന്ന പറഞ്ഞാൽ ഉപദേശിയാകാൻ പോവുക. ഉപദേശിമാർക്ക് അന്ന് ഡിമാൻഡില്ല. അന്ന് ഉപദേശിമാരെന്ന് പറഞ്ഞാൽ പട്ടിണിക്ക് ചീട്ട് വാങ്ങിക്കുന്നവരാ. അന്ന് സഭകളില്ല. ഉള്ള സഭകളിൽ തന്നെ 10-15 വിശ്വാസികളേ ഉള്ളൂ. അവിടെ താമസിക്കുന്ന പാസ്റ്റർമാർ മറ്റു വീടുകളിലൊക്കെ പോയി എന്തെങ്കിലും കിട്ടി അതുകൊണ്ടാണ് കഴിയുന്നത്. ആ ഒരവസ്ഥയിലേക്ക് എൻ്റെ മകൻ പോകരുത് എന്ന് അപ്പന് വലിയ നിർബന്ധമായിരുന്നു. ഈ ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ ജോലി ചെയ്താൽ മതി. അതുകൊണ്ട് എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട് പണമൊന്നും തന്നില്ല. എൻ്റെ അമ്മ തന്നു. അമ്മ 5 രൂപ തന്നു. 5 രൂപയും കൊണ്ടാണ് കോട്ടയത്തേക്ക് പോകുന്നത്. അന്ന് വണ്ടിക്കൂലിയൊക്കെ അത്രയും മതി. ഞാനതും കൊണ്ട് ഒരു ബുക്ക് മേടിച്ചു, തോർത്ത് മേടിച്ചു, സോപ്പ് മേടിച്ചു. അവിടെ കിണറ്റുകര നിന്ന് വെള്ളം കോരി ഒഴിച്ച് കുളിക്കുക, അങ്ങനെ എല്ലാവരും ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ തോർത്ത് നഷ്ടപ്പെട്ടു, കാണാതെ പോയി എന്ന് പറഞ്ഞാൽ വിരിച്ചിട്ടേക്ക് ഒരു അയലിങ്ങനെ നിരത്തിയിട്ടേക്ക് എല്ലാ കുട്ടികളുടെയും തോർത്തും കൈലിയും ഒക്കെ നനച്ചതെല്ലാം ആ കൊടുത്ത് എൻ്റെ തോർത്ത് വിട്ടു. പിന്നെ ഞാൻ നോക്കുകയും കണ്ടില്ല, അത് പോയി. തോർത്തില്ലാതായി, സോപ്പില്ലാതായി, കുളിക്കാൻ മാർഗമില്ല. പക്ഷെ കുളിക്കണമല്ലോ. എൻ്റെ കൈലിയാണ് ഞാൻ തോർത്തായിട്ട് ഉപയോഗിച്ചത്. സോപ്പിന് അവിടെ ഒരു വാഴയുടെ ചുവട്ടിലാണ് ഞങ്ങൾ കുളിക്കുന്നത്. വാഴയുടെ ഇല കീറി ചെറിയ നാരായിട്ട് കീറിയിട്ട് അതാണ് സോപ്പായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് വലിയ സന്തോഷമായിരുന്നു. ഒക്കെ ഇത്രയൊക്കെ പ്രയാസമുണ്ടായപ്പോൾ ആ പ്രയാസം ഉണ്ടായതിലൊരു നീരസമോ ഒരു പുറവുപ്പോ പരാതിയും ഇല്ല. വളരെ ഹാപ്പിയായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് ദേഹം മുഴുവൻ കുരുക്കൾ വന്നു. ഈ വാഴയിലിട്ട് കുളിച്ചുകൊണ്ടാണോന്ന് അറിയത്തില്ല, കാരണം അറിയത്തില്ല, കുരുക്കൾ വന്നു. അത് ആ സമയത്ത് എനിക്ക് ഒരു ദർശനമുണ്ടായി. ഒരു വലിയ സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡിൽ ചെന്ന് ഞാൻ നിൽക്കുന്നു. സ്റ്റേഡിയത്തിലേക്ക് നോക്കിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ, ബലഹീനരായ എല്ലും തോലുമായ മനുഷ്യരവിടെ കിടക്കുന്നു. എന്നെ കണ്ടപ്പോൾ അവരെല്ലാം കൂടെ ആ സ്റ്റേഡിയത്തിൽ വലിയ കുഴി പോലെ താഴെ നിന്നുകൊണ്ട് കൈയാട്ടി എന്നെ വിളിക്കുക, വരിക, വന്ന് ഞങ്ങളെ സഹായിക്കുക, ഞങ്ങളെ സഹായിക്കുക. അതൊരു വലിയ ദർശനമായിരുന്നു. അതെൻ്റെ ഹൃദയത്തെ ഇളക്കി മറിച്ചൊരു ദർശനമായിരുന്നു. പിന്നെ വേറൊരു സ്വപ്നം കണ്ടു. അത് മുന്തിരിവള്ളി നിറച്ച് മുന്തിരിങ്ങ. ആ മുന്തിരിങ്ങ നല്ല, അത് കണ്ട ആളുകൾക്കെല്ലാം വളരെ മനോഹരമായി നിൽക്കുന്ന മുന്തിരിങ്ങയാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്തുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉടമസ്ഥൻ വന്ന് അത് പറിച്ചെടുത്തുകൊണ്ട് പോയി അരച്ച് അതിൻ്റെ ചാറ് വെളിയിലെടുത്തു, വീഞ്ഞാക്കി.
അപ്പോൾ ഈ പ്രോസസ്സ് എന്തിനാണ് ഞാനവിടെ ആ വള്ളിയെ നല്ല എന്നെയൊക്കെ തന്നെ കാണുന്നത് വള്ളിയിൽ നല്ല എല്ലാവർക്കും അനുമോദനം തരുന്ന ഒരു ഗ്രേപ്സിൻ്റെ കൊലയായിട്ട് കിടന്നിട്ട് അവിടുന്ന് എന്നെ പറിച്ചെടുത്ത് എന്തിനാ ഈ ചക്കിലിട്ടത് എന്ന് ചോദ്യമുണ്ടായി. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചത് ഉടമസ്ഥൻ്റെ മേശപ്പുറത്ത് അവൻ്റെ പാത്രത്തിൽ വീഞ്ഞായിട്ട് ഞാൻ വരണമെങ്കിൽ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ കഷ്ടതയുടെ ഒരു പ്രോസസ്സിലൂടെയാണ് ആത്മീയ ജീവിതമെന്ന് എനിക്ക് ബോധ്യം വന്നു. ആ ദേഹത്ത് മുഴുവൻ ഗുരുക്കളുണ്ടായ സമയത്ത് ആ ഭയങ്കര വേദനയായിരുന്നു. ആ സമയത്ത് ദൈവം എനിക്ക് കൃപാവരങ്ങൾ തന്നു. അന്യഭാഷയും വ്യാഖ്യാനവും പ്രവചനവും വെളിപ്പാടും ഞങ്ങൾ കൃപാവരങ്ങൾ തന്നു. അത് ശുശ്രൂഷയിൽ വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിച്ചു. ശുശ്രൂഷ ഒരു ആത്മീയ തലത്തിലായി. അന്നുണ്ടായിരുന്ന പല ദിവ്യദാസന്മാരുമായിട്ട് ഞാൻ സഹകരിച്ചു പോന്നു. പാസ്റ്റർ PM ഫിലിപ്പ് എൻ്റെ ഗുരു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ് എന്നെ പ്രചോദിപ്പിച്ചത്. അന്ന് വാര്യാപുരം യോനാച്ചനുള്ള സമയം. വാര്യാപുരം യോനാച്ചൻ എന്ന പ്രവാചകനാണ്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥന നടത്തുകയും ഞങ്ങളോട് വളരെ അടുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി അദ്ദേഹത്തോടൊപ്പം പലയിടത്തും പ്രസംഗിക്കാനും പോയി. അദ്ദേഹം ആ പ്രസംഗം ഞാൻ കൂടെ പോകുന്നേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ കൂടെ ആളുകളെ കൊണ്ടുപോകും. 4-5 പേരെ അങ്ങോട്ട് പോകുന്നത്. അതെല്ലാം ആത്മീയമായ കൂട്ടായ്മ. അവിടുന്ന് സ്പിരിച്വൽ അനോയിൻറ്റിങ്ങിൻ്റെ അനുഭവം ഉണ്ടായി. PM ഫിലിപ്പിൻ്റെ അവിടുന്ന് ബൈബിൾ പ്രസംഗത്തിൻ്റെ അനുഭവം ഉണ്ടായി. ഇത് രണ്ടും എന്നെ ആ സമയത്ത് പോഷിപ്പിച്ച്. 21 വയസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കുമ്പനാട്ട് പഠിക്കാൻ പോയി 1 കൊല്ലം. കുമ്പനാട്ട് പാസ്റ്റർ KK എബ്രഹാം ഉള്ളപ്പോഴാണ് എബ്രഹാം ബൈബിൾ കോളേജിൽ അത് ഇംഗ്ലീഷ് മീഡിയം ആക്കി ആ കൊല്ലം അവിടെ ഞാൻ ചേർന്ന് പഠിച്ചു. അങ്ങനെ 1 കൊല്ലം PM ഫിലിപ്പ് സാറിൻ്റെ അവിടെ വടവാതൂർ 1 കൊല്ലം കുമ്പനാട് എബ്രഹാം ബൈബിൾ കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു, അമേരിക്കയിൽ പോയി പഠിക്കാൻ സാഹചര്യം ഒപ്പിച്ചാൽ പോകാൻ സാധിക്കുമെന്ന് ചോദിച്ചു. എൻ്റെ വണ്ടിക്കൂലി എടുക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു. നമ്മൾ ദൈവം എവിടുന്നെങ്കിൽ അത് ദൈവം തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ അനുഭവസാക്ഷി ഇംഗ്ലീഷിൽ എഴുതി തരാൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തു. അങ്ങനെ ആ സാറ് VT തോമസ് കുന്നത്തങ്കര കുട്ടിയച്ചൻ എന്ന് പറയുന്ന ആ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മകൻ അമേരിക്കയിൽ സിയാറ്റിലാണ്. അവിടെ അവരുമായിട്ട് എഴുത്തുകുത്ത് നടത്തി എനിക്ക് അഡ്മിഷൻ കിട്ടി. സ്കോളർഷിപ്പും കിട്ടി. ഫുൾ സ്കോളർഷിപ്പാണ്. എയർപോർട്ടിൽ ചെന്നപ്പോൾ അവർ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. ബൈബിൾ കോളേജിൻ്റെ ഡീനായിരിക്കുന്ന ആളും രജിസ്ട്രാറായിരിക്കുന്ന ആളും ഈ VT തോമസിൻ്റെ മകൻ പാസ്റ്റർ തോമസ് ചെറിയാൻ. ഇപ്പോഴദ്ദേഹം പാസ്റ്ററാണ്. അന്ന് അദ്ദേഹം ബോയിങ് കമ്പനിയിലെ ഒരു വലിയ ഉയർന്ന ജോലിക്കാരനായിരുന്നു. അങ്ങനെ അവരുടെ സഹായത്താൽ അവിടെ ദൈവവചനം പഠിക്കാൻ എനിക്കിടയായി. അവിടെ വെച്ച് തന്നെ പല ദിവ്യദാസന്മാരുമായിട്ട് അഭിഷക്തന്മാരുമായിട്ട് പരിചയപ്പെടാനിടയായി. ഒരാത്മീയ ശുശ്രൂഷയ്ക്കുള്ള അനുഗ്രഹം ഉണ്ടായി. പലയിടത്തും എന്നെ വിളിക്കാൻ തുടങ്ങി. പലയിടത്തും ഞാൻ പോയി പ്രസംഗിച്ചു. അവിടെ തന്നെ ഹാർവസ്റ്റ് ടൈം ചർച്ച എന്ന് പറഞ്ഞ ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ അദ്ദേഹം എന്നെ അവിടുത്തെ അസിസ്റ്റൻറ്റ് പാസ്റ്ററാക്കി എന്ന് പരസ്യം ചെയ്തു. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനവിടെ യോഗത്തിൽ ചെന്നു കയറി താമസിക്കാൻ ചെന്ന് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പാസ്റ്റർ നടന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രവചിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിന് മുമ്പ് ഒരിക്കലും അതിന് ശേഷവും അദ്ദേഹം അങ്ങനെ പ്രവചിച്ചിട്ടുമില്ല, നടന്നു വന്നിട്ടുമില്ല എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞു. പ്രവചിച്ചില്ല, നീ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകണം, ഇന്ത്യയിൽ നിനക്ക് ശുശ്രൂഷ ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രവചനം. പിന്നീട് ഇന്ത്യയിൽ കടന്നു വന്നതിന് ശേഷം ആരംഭിച്ച അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാം. എവിടെയാണ് ആദ്യം സുവിശേഷ വേല ആരംഭിച്ചത്? ഏത് ഇടവകയുമായി ബന്ധപ്പെട്ടാണ് ആരംഭിച്ചത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. തലവഴിയിലെ എൻ്റെ വീട് ഞാൻ പറഞ്ഞില്ല. അവിടെ 4 കിലോമീറ്റർ ഇപ്പുറത്ത് നെടുമ്പുറം എന്ന സ്ഥലത്ത് പെന്തിക്കോസിൻ്റെ പ്രവർത്തനമില്ല. പിന്നീട് പെന്തിക്കോസിൻ്റെ പ്രവർത്തനമുള്ളത് കോവൂരാണ്. അത് ഒരു 6-7 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു പെന്തിക്കോസിൻ്റെ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെയാണ് തുടങ്ങിയത്. ഇവിടെ വീട് വാടകയ്ക്ക് എടുത്ത് തുടങ്ങി. ഇവിടുന്ന് ഞാൻ കല്യാണവും കഴിച്ചത്. അപ്പോൾ എൻ്റെ ഭാര്യ വീട്ടുകാരുമുണ്ട്. അവിടെ കൂടി വന്നിരുന്ന ചെറിയ കൂട്ടായ്മക്കാരുണ്ട്, 3-4 വീട്ടുകാർ. അവരെല്ലാവരുമായിട്ട് സഭായോഗം തുടങ്ങി. ആ സഭയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ട് ബൈബിൾ സ്കൂൾ നടത്തി. ഇവിടെ
10 കൊല്ലം ബൈബിൾ സ്കൂൾ നടത്തി. 200-ലധികം കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചു, ദൈവവചനം പഠിച്ചു. ഇപ്പോൾ ആരംഭകാലത്തിൽ ഇവിടെ പെന്തക്കോസ് പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, അന്നില്ല. അന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളെ ഒക്കെ കുറിച്ച് പറയാൻ പറ്റുമോ? അന്ന് വന്ന ആളുകൾ മരിച്ചുപോയി, മിക്കവാറും ആളുകളെല്ലാം. അന്ന് പാവപ്പെട്ടവരൊക്കെയാണ് വന്നത്. പാവപ്പെട്ടവർക്ക് സാമ്പത്തികമായിട്ട് സൗകര്യമില്ലാത്തവരായിരുന്നു സമൂഹത്തിൽ. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർത്തഡോക്സ് സഭയുണ്ട് ഇവിടെ. മറ്റ് സഭകളും ഓർത്തഡോക്സ് സഭയൊക്കെ ഉണ്ട്. അയൽവക്കത്തുണ്ടായിരുന്ന ഓർത്തഡോക്സ് സഭയിലെ ഒരാൾ എന്നെ പാക്കർ എന്നാണ് വിളിച്ചിരുന്നത്. പാസ്റ്റർ എന്നുള്ളതിനെ കളിയാക്കി. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട് വെച്ചപ്പോൾ അത് പ്രാർത്ഥിച്ച് പ്രവേശിക്കാൻ എന്നെ അദ്ദേഹം വിളിച്ചത്. ആദ്യം പെന്തിക്കോസിനുള്ള വിരോധത്തിൽ അദ്ദേഹം പാക്കർ എന്ന് പറഞ്ഞ്, പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. അദ്ദേഹം അറിഞ്ഞിരുന്നത് നേരത്തെ തമ്പേറുമായിട്ട് ഈ ഭാഗത്ത് വന്ന ഒരു പെന്തിക്കോസ് ഉപദേശി കുറച്ച് പേരെ കൂട്ടി ബാക്ക്വേർഡ് കാസ്റ്റിൽപ്പെട്ട കുറച്ച് ആളുകളെ അന്ന് കൂട്ടിയത്. അവർ പിരിഞ്ഞും പോയി. ഈ പാസ്റ്ററുടെ തമ്പേറ് കൂട്ടിയപ്പോൾ അവർ പിരിഞ്ഞു പോയെന്ന് ഈ അപ്പച്ചൻ പരസ്യമായിട്ട് പറയുക. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരു ചർച്ചുണ്ട്, അനേക വിശ്വാസികളുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ത്യാഗത്തെക്കുറിച്ചൊന്ന് പറയാമോ? എത്രമാത്രം പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്? ഒന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മളതിനെ ഉൾക്കൊണ്ടു. ഹൃദയത്തിൽ അതായിരുന്നു. അതിനുവേണ്ടിയുള്ള ഉപവാസവും പ്രാർത്ഥനയും 21 ദിവസമൊക്കെ ഉള്ള ഉപവാസമുണ്ട്. ഉപവാസം ഞാനും പങ്കെടുത്തിട്ടുണ്ട്, ഉപവസിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ സഭ 10 പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും 10 പേരും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പിന്നെ അത് 15ആയി. അങ്ങനെ ദൈവം ഒരു ദർശനം തന്നു, 1000 പേരെ ഈ പ്രദേശത്തും ദൈവം തരുമെന്ന്. അങ്ങനെ ആ ദർശനത്തിൽ ഞാൻ സഭയിൽ പ്രവർത്തനം തുടങ്ങി. ആത്മാക്കൾ വരാൻ തുടങ്ങി. അനേകരെ ദൈവം കൊണ്ടുവന്ന് അനേക സഹപ്രവർത്തകരുണ്ടായി. അനേക പാസ്റ്റർമാർ ഇവിടുന്നുണ്ടായി. ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ പാസ്റ്റർമാരായിട്ട് മാറി. അങ്ങനെ ഈ സഭ ആത്മീയ ദർശനത്തിലോ ആത്മീയ ശുശ്രൂഷയ്ക്കുള്ള കാഴ്ചപ്പാടുള്ള ഒരു സഭയായിട്ട് നിർത്തി. IPC സഭയായിട്ടാണോ? അതെ അതെ, IPCയുടെ ഒരു, എൻ്റെ മാതൃസഭ IPC സഭയാണ്. അത് ആനപ്പമ്പല IPC സഭയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ പേരൻസ് എല്ലാം ആ സഭയിലായതുകൊണ്ട് ആ സഭയായിട്ട് ബന്ധപ്പെട്ടുള്ള പാസ്റ്റർ കെ ഇവിടെ വന്ന് സഭായത്തിന് വന്ന് പ്രസംഗിക്കുകയും PM ഫിലിപ്പ് സാറ് സ്ഥിരമായിട്ട് വരികയും IPCയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവിടെ വന്ന്, അന്ന് ആൾ കുറവാണെങ്കിലും അവരെല്ലാം വന്ന് കൈത്താങ്ങൽ തന്നു, നല്ല സപ്പോർട്ട് തന്നു. പിന്നീട് പാസ്റ്റർ ഈ IPCയുടെ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ നേതൃത്വ നിരയിലേക്ക് കടന്നു വരാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയാമോ? ഞാൻ ആദ്യം അതിനകത്ത് വന്നത് PYPIയുടെ പ്രസിഡൻ്റായിട്ട് വന്നു. പെന്തക്കോസ്റ്റൽ യങ് പീപ്പിൾസ് അസോസിയേഷൻ IPCയുടെ യുവജന സംഘടനയാണ്. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നു. അതിനുശേഷം കേരള സ്റ്റേറ്റ് കൗൺസിലിൽ അംഗമായി വന്നു. പിന്നീട് കേരള സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി ആയിട്ട് വന്നു. 9 കൊല്ലം സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് ജനറൽ പ്രസിഡൻ്റായിട്ട് വന്നു. പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു. അങ്ങനെ അതിൻ്റെ ഭരണഘടന അനുസരിച്ച്, അതിൻ്റെ ഇലക്ഷൻ അനുസരിച്ച് എനിക്ക് ആ സ്ഥാനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ഈ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ എടുത്തിട്ടുള്ള പുതിയ പുതിയ പദ്ധതികൾ, വെല്ലുവിളികൾ, ആരംഭിച്ചിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകൾ, സുവിശേഷ വേലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, ഇതൊന്ന് പറയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം എനിക്ക് പുതിയ സഭകൾ സ്ഥാപിക്കുക എന്നായിരുന്നു. അങ്ങനെ മലബാർ മിഷൻ എന്ന പേരിൽ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് മലബാറിൽ 100 പുതിയ സഭകൾ തുടങ്ങി. അത് ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ്. ഗുഡ് ന്യൂസിലെ VM മാത്യു സാറൊക്കെ ആയിരുന്നു അതിൻ്റെ കൺവീനറും പ്രവർത്തകരും. അത് വലിയ വിജയമായി തീർന്നു. 100 സഭകളുണ്ടായത്. പുതിയ സഭകൾ തുടങ്ങാനുള്ള പ്രേരണ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ സഭയിലും പ്രസംഗത്തിലെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും
പുതിയ സ്ഥലത്ത് പോയി പ്രവർത്തിക്കുമെന്നും പറഞ്ഞ് അവരോട് പറയും, നിങ്ങൾ സഭായത്തിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ സമയത്ത് നിങ്ങൾ വേറൊരു സഭായം നടത്തുന്ന ആളായിരിക്കണം എന്നുള്ള ദർശനമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എതിർപ്പുകളുണ്ടായിരുന്നു. എതിർപ്പുകൾ സഭയ്ക്കകത്തു നിന്നും ഉണ്ടായി, വെളിയിൽ നിന്നും ഉണ്ടായി. പക്ഷെ അതൊന്നും വകവച്ചില്ല, അതൊന്നും കാര്യമാക്കിയില്ല. കർത്താവ് പ്രസംഗിക്കാനൊരു കൃപ വന്നിരിക്കുന്നതുകൊണ്ട് ശക്തിയോടെ ദൈവവചനവും വിളിച്ചറിയിക്കുക, അത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. നല്ല പ്രസംഗം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലെ എല്ലാ വിഷമവും മാറും, എതിർപ്പുകളെല്ലാം മാറിപ്പോവും. വീണ്ടും അടുത്ത സ്റ്റേജ് കിട്ടാൻ കാത്തിരിക്കുക, ദൈവവചനം പ്രസംഗിക്കാൻ. അങ്ങനെ കേരളം മുഴുവൻ അനേക പ്രാവശ്യം തെക്ക് മുതൽ വടക്ക് വരെയും വടക്ക് മുതൽ തെക്ക് വരെയും നിരവധി പ്രാവശ്യം പോയി കൺവെൻഷൻ സീസണിൽ പ്രസംഗിച്ചിട്ടുണ്ട്. 22 ദിവസമൊക്കെ മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് കൺവെൻഷന് പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവം അതിനുള്ള ശബ്ദം തന്നു, അതിനുള്ള കൃപ തന്നു, അതിനുള്ള അഭിഷേകം തന്നു. അങ്ങനെ ദൈവം എന്നെ സഹായിച്ചു ശുശ്രൂഷയിൽ. ഇത്രമാത്രം ഈ ബൈബിളിലുള്ള അഗാധമായ ഒരു പാണ്ഡിത്യം, ഒരറിവ് പാസ്റ്റർക്ക് അത് എങ്ങനെയാണ് കൈവരിക്കാനായിട്ട് സാധിച്ചത്? ഞാൻ ബൈബിൾ സ്കൂളിൽ ചേരുന്ന അവസരത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബൈബിൾ നന്നായി പഠിക്കണം. അന്ന് പാസ്റ്റർ PM ഫിലിപ്പും പാസ്റ്റർ TG മച്ചനുമാണ് കോട്ടയത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വേറെ ആളുകളും ഉണ്ട്. എന്നാൽ ഇവരുടെ ക്ലാസ്സുകളാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത്. കുമ്പനാട്ട് പഠിക്കുമ്പോഴും അവിടെയുണ്ട് പാസ്റ്റർ CK ഡാനിയൽ, പാസ്റ്റർ ജോർജ് റീസ്, പാസ്റ്റർ KE എബ്രഹാം, ഇവരുടെ എല്ലാം ക്ലാസ്സുകൾ, പാസ്റ്റർ VT ജോസഫ്, അതെല്ലാം വളരെയധികം നമ്മളെ എൻകറേജ് ചെയ്യുന്നതായിരുന്നു. പിന്നെ പരസ്യത്തിന് പോകുന്നതുകൊണ്ട് പ്രസംഗിക്കാൻ വിഷയമാണല്ലോ. ഇടയ്ക്ക് യോഗത്തിന് ഭാര്യയുടെ യോനാജനോടൊക്കെ പോകുമ്പോൾ പ്രസംഗിക്കാൻ അല്പസമയം തരും, 10 മിനിറ്റ് തരും, അന്നേരം വിഷയമാണല്ലോ. അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഈ ശുശ്രൂഷയിൽ കൂടെ വളരാൻ കഴിഞ്ഞു. പരസ്യത്തിലൊക്കെ നിരന്തരമായി പ്രസംഗിച്ച് അതൊരു വളർച്ചയായിരുന്നു. ആരും വിളിക്കാൻ കാത്തിരിക്കേണ്ടി വന്നില്ല. പാസ്റ്റർ ഏതൊക്കെ ഔദ്യോഗികമായിട്ടുള്ള പദവികൾ ഇരുന്നിട്ടുണ്ട്? ഇപ്പോൾ IPC സഭയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, പിന്നീട് ജനറൽ പ്രസിഡൻ്റായി, പിന്നീട് ജനറൽ സെക്രട്ടറി ആയി. ഇങ്ങനെ ഒരുപാട് ഉന്നതമായ പദവികൾ ഇരുന്നിട്ടുണ്ട്. എന്നാൽ മറ്റ് ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ ബാഹ്യ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്? ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യം, വേൾഡ് പെൻഡക്കോസ്റ്റൽ കോൺഫറൻസിലെ ഒരു പ്രസംഗകനായിട്ട് എന്നെ വിളിച്ചു. 35 വയസ്സേ പ്രായമുള്ളൂ. അത് കെനിയയിൽ വെച്ചാണ്, നെയ്റോബിയിൽ വെച്ച് 7000 പേര് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് ആ കൺവെൻഷൻ വന്നിട്ടുണ്ട്. അവിടെ ദൈവവചനം പ്രസംഗിക്കാനിടയായി. പിന്നെ ഡോക്ടർ ബില്ലിഗ്രാം നടത്തിയായ പ്രസംഗകരുടെ കോൺഫറൻസ് ഉണ്ടായിരുന്നു ആംസ്റ്റർഡാമിൽ. അവിടെയും പോയി പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ പ്രസംഗിച്ചില്ല, അവിടെ അവർ കോൺഫറൻസിൽ പങ്കെടുത്തതേ ഉള്ളൂ. പക്ഷേ അതൊക്കെ ഒരു അംഗീകാരമായിരുന്നു, വലിയ അംഗീകാരം. പിന്നെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്, ഒരിക്കലും ഞാൻ ഒരു സ്ഥലത്തായിരുന്നപ്പോൾ ഇന്ന് പാസ്റ്റർ KC ജോണിൻ്റെ പ്രസംഗം ഇവിടെ ഉണ്ട്, ഒരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാം അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പൊതുവേ ഞാൻ മനസ്സിലാക്കിയത്, പാസ്റ്ററുടെ പ്രസംഗം കേൾക്കാനായിട്ട് ഒരു വലിയ ജനത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ. ഇപ്പോൾ പാസ്റ്റർ പ്രസംഗം പ്രായമായതുകൊണ്ടുള്ളതാണ്. അതിനു മുമ്പ് വലിയൊരു ഒഴുക്കുണ്ടായിരുന്നു. അത് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് അതിൻ്റെ അകത്തുള്ള ഒരു ആത്മീയത എന്താണ്? അതിൻ്റെ പേര് സ്പിരിച്വൽ അനോയിൻറ്റിങ് എന്ന ആത്മീയ ശുശ്രൂഷയ്ക്കുള്ള ഒരു അഭിഷേകം ദൈവം തന്നു. വചനഘോഷണത്തിനുള്ളൊരു അഭിഷേകം. വളരെ ആളുകൾ വരുമായിരുന്നു. വളരെ ആളുകൾ പിന്നീട് അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ജീപ്പൊക്കെ പിടിച്ച് ആളുകൾ വരുമായിരുന്നു ഓരോ സ്ഥലത്തു നിന്ന്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നലെ ദിവസം പ്രസംഗിച്ച അവിടുത്തെ ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഒരു കൺവെൻഷനാണെങ്കിൽ അവിടെ കേട്ടവരെല്ലാം ഇവിടെ പിന്നെയും വന്നിരിക്കുക. അപ്പോൾ പ്രസംഗം മാറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇവർ പിന്നെ അത് തന്നെ കേൾക്കുമ്പോൾ അവർ ബോറടിക്കുമല്ലോ. അങ്ങനൊരു പ്രത്യേക ഒഴുക്കുണ്ടായിരുന്നു ഞാൻ ചെല്ലുന്നിടത്ത്. ഞാനൊരു കൊട്ടാരക്കര ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴേ ഉറക്കെ അലറി കരഞ്ഞുകൊണ്ട് ഒരു മദ്യപാനിയായിരുന്ന ഒരാൾ അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു.
ഇറങ്ങി വന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഈ യോഗത്തിന് കയറിയിരുന്ന് അയ്യോ എനിക്ക് മാനസാന്തരപ്പെടണമെന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. പാസ്റ്റർ സി കെ ഡാനിയലുണ്ട് അധ്യക്ഷനായിട്ട്, ഞാനാ പ്രസംഗിക്കുന്ന. ഒരു വലിയ മാറ്റം ഉണ്ടായി. അതൊക്കെ ആ പ്രദേശത്തെ ചലിപ്പിച്ച സംഭവങ്ങളായിരുന്നു. അങ്ങനെ പോയ പല സ്ഥലങ്ങളിലും ദൈവം അത്ഭുതം ചെയ്ത് ആളുകളുടെ രക്ഷയിലേക്ക് നടത്തി. ആളുകൾക്ക് താല്പര്യമായിരുന്നു. കുമ്പനാട് കൺവെൻഷനൊക്കെ ഞാൻ പ്രസംഗിക്കുക രാത്രിയിൽ വളരെ ആളുകൾ വന്ന് പങ്കെടുത്തിരുന്നു. പല സ്ഥലത്തു നിന്ന് ബസ് പിടിച്ചൊക്കെ ബസ് നിറച്ച ആളുകൾ വരുമായിരുന്നു. ഇവിടുന്ന് തിരുവനന്തപുരം ഭാഗത്തു നിന്ന്, മലബാർ ഭാഗത്തു നിന്നൊക്കെ. അവരിപ്പോഴും അതൊക്കെ പറയും. അങ്ങനെ ഒരു പ്രത്യേകമായ അനോയിൻറ്റിങ് ദൈവം എനിക്ക് തന്നിരുന്ന ഒരു അഭിഷേകം. അതിൻ്റെ ഒരു രഹസ്യം എന്താണ്? ഈ എത്ര മണിക്കൂർ ദൈവവചനം പഠനത്തിന് ശേഷമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാസ്റ്റർ ഒരു സ്റ്റേജിലേക്ക് കയറുന്നത്? അതിപ്പോൾ ഈ പുതുതായിട്ടുള്ള ഈ സുവിശേഷ പ്രവർത്തകർക്ക് ഒരു പ്രചോദനമാകും. ആ ഏത് രീതിയിലാണ് പ്രസംഗം തയ്യാറാക്കുന്നത്, അതിനുള്ളൊരു പ്രീ പ്ലാനിങ് ഉണ്ടല്ലോ, അത് ഒന്ന് പറയാമോ? അത് ദൈവമായിട്ടുള്ള സജീവമായ ബന്ധം നമ്മൾ തുടരുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ അന്യഭാഷയിലായിരിക്കും. വചനം വായിച്ചുകൊണ്ടിരിക്കും, വചനം ഗ്രഹിക്കും. വചനം അകത്ത് ഏതെങ്കിലും പ്രകാശിപ്പിച്ചെങ്കിൽ ആ പ്രകാശിപ്പിച്ച വചനമാണ് പിന്നെ ഞാൻ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ചെയ്തു വന്നൊരു കാര്യമാണ്. അതിപ്പോൾ ഒരാളെ പഠിപ്പിക്കാനൊക്കെയല്ല, ഒരാളുടെ ഹൃദയത്തിൽ സ്വയം ആഗ്രഹമുണ്ടായി അവൻ തനിയെ ചെയ്താലേ ഒക്കത്തുള്ളൂ. അങ്ങനെ കൃപ എനിക്ക് തന്നു ദൈവം. സാറ് ഈ ബൈബിൾ കോളേജിൽ അധ്യാപകനായിരുന്നല്ലോ. പാസ്റ്റർ എത്ര വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും? അവരൊക്കെ നല്ല രീതിയിൽ സുവിശേഷ വേല ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവരെ കുറിച്ചൊന്ന് പറയാമോ? അതിൽ സാറ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതമായ നിലയിൽ ജീവിക്കുന്നവർ, നല്ല പ്രസംഗകർ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ആയിരക്കണക്കിന് ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓർത്തെടുക്കാനൊക്കെയില്ല. അതിൽ ഒരാളെ നമ്മൾ പൊക്കി പറയാനൊക്കത്തില്ല, ഒരാളെ താഴ്ത്തി പറയാനൊക്കത്തില്ല. അവരിന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇന്ത്യ മുഴുവൻ ചെയ്യുന്നു, അമേരിക്കയിലുമുണ്ട്. സാർ, ഈ പവർ വിഷൻ്റെ ആരംഭത്തെക്കുറിച്ചും അത് ആരംഭിക്കാനുള്ളൊരു ദർശനത്തെക്കുറിച്ചൊന്ന് പറയാം. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നുള്ള കർത്താവിൻ്റെ കൽപ്പന അതെൻ്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചു. എവിടെയെല്ലാം പോയി പ്രസംഗിക്കാമോ അവിടെയെല്ലാം പ്രസംഗിക്കണം. ഏറ്റവും കൂടുതൽ ആളുകളെ ദൈവവചനം കേൾപ്പിക്കണം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അതിന് പറ്റിയ ടെലിവിഷൻ മിനിസ്ട്രിയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്ക് പ്രസംഗത്തിൽ കൂടെ നമുക്ക് സന്ധിക്കാൻ കഴിയുന്ന ടെലിവിഷനിലൂടെയുള്ള പ്രസംഗമാണ്. പക്ഷെ ടെലിവിഷൻ മിനിസ്ട്രി അന്ന് നമുക്ക് ഓർക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇവിടെയുള്ള സഭകൾക്കൊന്നുമില്ല. 20 കൊല്ലം മുമ്പാണ് നമ്മൾ അന്ന് ആർക്കുമില്ല. അന്ന് എല്ലാവരും ടെലിവിഷന് എതിരാണ്. അത് പിശാചിൻ്റെ പെട്ടിയാ, നരകത്തിൻ്റെ വാതില എന്നൊക്കെയുള്ള പ്രസംഗം ചെയ്യുന്ന കാലഘട്ടത്തിൽ ടെലിവിഷനിൽ കൂടെ സുവിശേഷം വീടുകളിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള വലിയ ദർശനം എൻ്റെ അകത്ത് ദൈവം തന്നു. പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. കോടിക്കണക്കിന് രൂപ വേണം. അത് നമ്മുടെ രൂപ ഇല്ല. പക്ഷെ അറിയത്തില്ലായിരുന്നു എത്രയും വേണം എന്നറിയാതെ എടുത്ത് ചാടിയതാണ് ഞാനതിനുവേണ്ടി കാലുവെച്ച് അതിനുവേണ്ടി ഡൽഹിയിൽ പോയി ഗവൺമെൻറ്റിൽ ഗവൺമെൻറ് അതിൻ്റെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷ കൊടുത്തു. അങ്ങനെ ഒരു 4 മാസം കൊണ്ട് ലൈസൻസ് കിട്ടി. അപ്പം പല കർത്തൃദാസന്മാരും അതിനെ സഹായിക്കാൻ വന്നു. അത് പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഡോക്ടർ മാത്യൂസ് ചാക്കോ വെണ്ണിക്കുളം, പാസ്റ്റർ ആർ എബ്രഹാം ഡൽഹി, ഇവരൊക്കെയാണ് അന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ വന്ന ആളുകൾ. അങ്ങനെ ചെറിയ രീതിയിൽ അത് തുടങ്ങി. ഇന്ന് 20 വർഷം തികയാണ് ഇപ്പോൾ. ഇപ്പോൾ ലോകത്തിൽ മലയാളികളുള്ള ഇടത്തെല്ലാം ഈ ചാനൽ ചെല്ലുന്നുണ്ട്. കോവിഡിൻ്റെ കാലത്ത് പള്ളികളിൽ പോകാൻ അനുവാദമില്ല. അങ്ങനെ ആ സമയത്ത് കൂടുതൽ അനുവാദമില്ലാതിരുന്ന സമയത്ത് ഈ ടെലിവിഷനിൽ കൂടെയുള്ള പ്രസംഗമായിരുന്നു ആളുകൾ സ്വീകരിച്ച്. ഒരു വീട്ടിലെ സഭായോഗം എന്ന് പറഞ്ഞ് ഒരു സഭായോഗം തന്നെ ഞായറാഴ്ച നടത്തിക്കൊണ്ടിരുന്നു. അതിപ്പോഴും ആളുകൾ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക, കോവിഡൊക്കെ കഴിഞ്ഞെങ്കിലും. പക്ഷേ അതോടുകൂടി കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് എത്തിച്ചേരാനും കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടാനും ഇടയായി തീർന്നു. പക്ഷേ നമ്മുടെ ഈ വീഡിയോ കേൾക്കുന്ന സുവിശേഷ പ്രവർത്തകരോടും വിശ്വാസികളോടുമൊക്കെ എന്താണ് ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച്
ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? പാസ്റ്ററുടെ ഒക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ സുവിശേഷ പ്രവർത്തനവും ഇപ്പോഴത്തെ സുവിശേഷ പ്രവർത്തനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സുവിശേഷം, ഭാരത സുവിശേഷീകരണം, ഇതൊക്കെയായി ബന്ധപ്പെട്ട സുവിശേഷ പ്രവർത്തകരോട് എന്താണ് പാസ്റ്റർക്ക് ഒരു സന്ദേശം നൽകാനായിട്ടുള്ളത്? ക്ഷീണിക്കാതെ, അധൈര്യപ്പെടാതെ, ധൈര്യത്തോടെ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുക. ലോകത്തിലെവിടെയാണെങ്കിലും പാപിയെ രക്ഷിക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ നാമമാണ്. ഏതൊരു വ്യക്തിക്കും രൂപാന്തരം ഉണ്ടാക്കാൻ കഴിയുന്ന യേശുവാണ്. യേശു ക്രൂശിൽ ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാണ് നമ്മളെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നത്. ആ സന്ദേശം വിളിച്ചു പറയുക, എല്ലായിടത്തും എത്തിക്കുക. ആ സന്ദേശത്തിൻ്റെ കൂട്ടത്തിൽ അത് പ്രസംഗിക്കാനുള്ള അഭിഷേകം ദൈവം തരും. ആ ശക്തിയിൽ പോവുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലും ദൈവവചനത്തിൻ്റെ ശക്തിയിലും നിങ്ങൾ പ്രസംഗിക്കുക, നിങ്ങൾ ശുശ്രൂഷിക്കുക. ദൈവം അതിന് ഫലം തരും. പ്രതികൂലങ്ങളുണ്ടെങ്കിലും പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം വിജയം തരും. ദൈവം അത്ഭുത ഫലം നൽകിത്തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവം ഉപയോഗിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവകരങ്ങൾ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ മിനിസ്ട്രിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രി മുഖാന്തരം വളരെ ആളുകൾക്ക് ദൈവവചനം കേൾക്കുവാനും അവർക്ക് ശക്തിപ്പെടാനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന ആളുകളെ ഞാൻ പ്രത്യേകം ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് ഗോഡ് ബ്ലസ് യു. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് നല്ല സമയത്താണ് സ്തോത്രം. ഈ ടെലിവിഷൻ പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരാനിടയാക്കണേ. അവിടുത്തെ വലിയ ശക്തി അതിന്മേൽ വ്യാപരിക്കണമേ. അവിടുത്തെ പ്രവർത്തനം അതിന്മേൽ വെളിപ്പെടണമേ. നടത്തുന്ന ആളുകൾക്ക് അവരുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്നറിഞ്ഞ് കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരാനിടയാക്കണേ. ദൈവനാമത്തിൽ അതിനെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്തൃദാസന് തോമസ് കുട്ടി പാസ്റ്ററും ഇത് നടത്തുന്ന അതിൻ്റെ ഡയറക്ടറായിരിക്കും ദൈവദാസൻ. അവർ രണ്ടുപേർക്കും വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.